പലർക്കും പലതരം ഹോബികളാണുള്ളത്. എന്നാൽ നമ്മുടെ ഹോബികൾ നമുക്ക് വരുമാനമുണ്ടാക്കിയാലോ? അത്തരത്തിൽ തൻ്റെ ഹോബിയിലൂടെ വരുമാനമുണ്ടാക്കി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു യുവാവാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ദിവസേന നിരവധി സാധനങ്ങളാണ് ഉപയോഗശൂന്യമെന്ന് കരുതി നമ്മൾ ഉപേക്ഷിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട പല സാധനങ്ങളും ഉപയോഗപ്പെടുത്തി പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരും നമുക്കിടയിൽ കുറവല്ല. അതൊരു വരുമാന മാർഗമാക്കി മാറ്റി ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ മറ്റുള്ളവർ വലിച്ചെറിഞ്ഞു കളഞ്ഞ സാധനങ്ങളിൽ നിന്നും ഒരു യുവാവ് സമ്പാദിച്ചത് 56 ലക്ഷം രൂപയാണ്. സിഡ്നിയിലാണ് ഇത്തരത്തിലൊരു വരുമാന മാർഗത്തിലൂടെ യുവാവ് സമ്പാദിച്ചത്. അത്തരത്തിൽ തന്റെ ഹോബിയിലൂടെ വരുമാനമുണ്ടാക്കി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന യുവാവാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ഉപയോഗശൂന്യമെന്ന് കരുതി ഒരാൾ ഉപേക്ഷിക്കുന്ന വസ്തു ഒരുപക്ഷെ മറ്റൊരാളുടെ ജീവൻ തന്നെ മാറ്റിമറിച്ചേക്കാം. ഇതിന് ഉദാഹരണമാണ് സിഡ്നി സ്വദേശിയായ ലിയനാർഡോ അർബാനോ എന്ന 30-കാരൻ. മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന വസ്തുക്കളിൽ നിന്ന് മാത്രം ഒരു വർഷം 1 ലക്ഷം ഓസ്ട്രേലിയൻ ഡോളറാണ് ഈ യുവാവ് സമ്പാദിച്ചത്. നാട്ടിലെ മാലിന്യ കൂമ്പാരങ്ങൾ അരിച്ചുപെറുക്കി അവയിൽ നിന്നും ഉപയോഗിക്കാനാവുന്നവ കണ്ടെത്തി മറിച്ചു വിറ്റാണ് ഈ പണം മുഴുവൻ ലിയനാർഡോ നേടിയെടുത്തത്. ഈ ഹോബി ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതോപാധിയാണ്. ആളുകൾ പുനരുപയോഗിക്കാനാവുന്ന പല വസ്തുക്കളും ഉപയോഗശൂന്യമെന്ന് കരുതി ഉപേക്ഷിച്ചു കളയും. ഇവയൊക്കെ ലിയനാർഡോ കണ്ടെത്തും. കോഫി മെഷീനും നോട്ടുകെട്ടുകളും എന്തിനേറെ സ്വർണ്ണാഭരണങ്ങൾ വരെ ഇത്തരത്തിൽ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും മാലിന്യങ്ങളുടെ വലിയ കൂമ്പാരമാകും നിരത്തുകളിൽ കാണാനാവുക. ഇവയ്ക്കുള്ളിലെല്ലാം വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. ആഡംബര ബാഗ് ബ്രാൻഡഡ് ആയ ഫെൻഡിയിൽ നിന്നുള്ള ഒരു പേഴ്സ് ഒരിക്കൽ മാലിന്യങ്ങൾക്കുള്ളിൽ നിന്നും ഇദ്ദേഹം കണ്ടെത്തി. ഇത് മറിച്ചു വിറ്റപ്പോൾ 16,000 രൂപയ്ക്ക് മുകളിലാണ് ലഭിച്ചത്. എന്നാൽ വിലപിടിപ്പുള്ള വസ്തുവാണെന്ന് സ്വയം വിലയിരുത്തിയല്ല ലിയനാർഡോ കച്ചവടങ്ങൾ നടത്തുന്നത്. ആധികാരിക വെബ്സൈറ്റുകളിൽ തിരഞ്ഞ് ഉൽപ്പന്നത്തിന്റെ സീരിയൽ നമ്പറും മറ്റു വിശദാംശങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തും. വില തിട്ടപ്പെടുത്താനായി ഇത്തരം വസ്തുക്കൾ വിൽക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ സഹായവും തേടാറുണ്ട്. കണ്ടെത്തുന്നവയിൽ തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് കൊണ്ടുപോകാറുമുണ്ട്. ഈ കാലയളവിനുള്ളിൽ 50 TV, 30 ഫ്രിഡ്ജ്, 20-ൽ പരം വാഷിംഗ് മെഷീൻ, 50 ലാപ്ടോപ്പുകൾ, 15 കൗച്ചുകൾ, 50 വാക്യൂം ക്ലീനറുകൾ എന്നിവയെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇവയിൽ നിന്നെല്ലാമായി നല്ലൊരു തുകയും ഇയാൾക്ക് ലഭിക്കുന്നുണ്ട്. താമസ സ്ഥലത്തിന്റെ വാടകയും ഭക്ഷണത്തിനുള്ള ചിലവുമെല്ലാം ഇങ്ങനെ ലഭിക്കുന്ന പണത്തിൽ നിന്നാണ് ലിയനാർഡോ കണ്ടെത്തുന്നത്. എന്തായാലും വികസിത രാജ്യങ്ങളിലുള്ളവരും ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങളെ പ്രയോജനപ്പെടുത്തി തന്റേതായ വരുമാനം ഉണ്ടാക്കുകയാണ്. ഇത് വരും തലമുറയ്ക്ക് ഒരു പ്രചോദനം തന്നെയാകും. സ്വന്തമായി ബിസിനസ് തുടങ്ങാനും സംരംഭകരാകാനും ഈ രീതികൾ പ്രയോജനമാകുമെന്നത് തീർച്ച തന്നെ.